ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിപ്സ് ടോർച്ചിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നേരത്തെ വരാത്ത, നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് മോഡലും കൂടെ വന്നിട്ടുണ്ട്, സൂമിംഗ് ഉള്ള ചെറിയ മോഡലൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ കുറേ മോഡൽസ് അവൈലബിൾ ആണ്. അതായത് കുറേ മോഡൽസ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ മോഡല് 9000 mAh ബാറ്ററി വരുന്നത്, 3000 ലൂമൺ, 60 വാട്ട് LED. ഇതിൻ്റെ കവറേജ് വരുന്നത് 1000 മീറ്റർ, 1 കിലോമീറ്റർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡെമോ ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് MRP വരുന്ന 6998 ആണ്. അപ്പോൾ നമ്മൾ നല്ല ഡിസ്കൗണ്ട് ഇട്ട് തന്നെയാണ് ഇതിവിടെ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിൽക്കുന്ന വില ഏതായാലും ഇതിൽ പറയുന്നില്ല. അപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇപ്പം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് അതിൻ്റെ താഴെയുള്ള, അപ്പോൾ ഇതും സൂമിംഗ് ഉള്ളതാണ് കേട്ടോ. 1 കിലോമീറ്റർ റേഞ്ചാണ് ഇതിന് കവറേജ് കിട്ടുന്നത്. ഇതും സൂമിംഗ് ഉള്ള, അതിൻ്റെ താഴെയുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4500 mAh ആണ്, LED 60 വാട്ട്. ഇതിൻ്റെ ലൂമൻ വരുന്നത് 2000, കവറേജ് അപ് ടു 680 മീറ്റർ ആണ് പറയുന്നത്. ഇതും നല്ല പ്രകാശം കിട്ടുന്ന, നല്ല വൈഡായിട്ട് ലെങ്തായിട്ട് പ്രകാശം കിട്ടുന്ന ടോർച്ചാണിത്. അപ്പോൾ ഈ രണ്ടും കൂടെ ഉള്ള ഒരു കമ്പാരിസണൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫിലിപ്സ് ടോർച്ചിൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു MRP വരുന്നത് 4998 ആണ്. ഇതിപ്പോൾ ഞാൻ കൃത്യം ഇങ്ങനെ പറയുന്നത്, വില പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് ഒത്തിരി കമൻസ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ MRP പറയുന്നത്. പിന്നെ നമുക്ക് സൂമിങ് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ചെറിയ ടൈപ്പാണ്. ഇത് MRP വരുന്നത് 3198 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ സൂമിംഗ് ഉള്ള ടോർച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ രണ്ട് ടോർച്ചിനും നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ടോർച്ചിൻ്റെ സ്വിച്ചിൻ്റെ ഇവിടെ ഡിസ്പ്ലേ കാണിക്കും, ബാറ്ററി എത്ര % ചാർജ് ഉണ്ടെന്നുള്ളത്. ഇതിനും അങ്ങനെ ഡിസ്പ്ലേ എഴുതി കാണിക്കും. അപ്പോൾ ഈ ഒരു ടോർച്ചിന് അങ്ങനെ ഒരു ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ LED വരുന്നത് 24 വാട്ട്സ് ആണ്. ബാറ്ററി വരുന്നത് 2000 mAh. ഇതിൻ്റെ ലൂമൺ വരുന്നത് 1000 ആണ്. പിന്നെ കവറേജ് പറയുന്നത് 900 മീറ്റർ ആണ്. സൂമിംഗ് ഉള്ള ഈ ഒരു ടോർച്ചിൻ്റെ വില സ്പെസിഫിക്കേഷൻസ് വരുന്നത്, വില വരുന്നത് 3198. അപ്പോൾ നമ്മൾ സൂമിംഗ് ഉള്ള കുറച്ച് ചെറിയ മോഡൽ കൊണ്ടുവന്നിരിക്കുന്ന കുറേ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലുത് സൂമിംഗ് ഉള്ളത് ഇത്രയും വലുത് ആവശ്യമില്ലാത്തവർ കാണുമല്ലോ, എല്ലാവർക്കും ഒന്നും അതിൻ്റെ ആവശ്യം കാണുക അത്രയും വലുതിൻ്റെ. അപ്പോൾ സൂമിംഗ് ഉള്ള നല്ല പ്രകാശം കിട്ടുന്ന, നല്ല കവറേജ് കിട്ടുന്ന ചെറിയ ടോർച്ച് കൊണ്ടുവരാവുന്ന കുറേ എൻക്വയറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടും സൂമിംഗ് ഉള്ള ചെറിയ മോഡൽസും കൂടെ ഇപ്പം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് സൂമിംഗ് ഉള്ള ഇത്രയും ചെറിയ ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിനുണ്ടല്ലോ, ഈ സ്വിച്ചിന് ചുറ്റും 4 LED ഉണ്ട്. അപ്പോൾ അത് ചാർജ് കുറയുന്നതനുസരിച്ച് ആ LED ഡിസ്പ്ലേ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്കറിയാൻ പറ്റും ഇതിന് ചാർജ് കുറയുന്നുണ്ടോ, എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. LED ഒരു 4 ഇൻഡിക്കേഷനാണ് LED വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ LED 30 വാട്ട്സ് ആണ്, ബാറ്ററി 2200 mAh ആണ്, ലൂമൺ വരുന്നത് 1450 ആണ്, കവറേജ് അപ് ടു 600 മീറ്റർ. അപ്പം ഇതൊക്കെ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യത്തിനൊക്കെ, ഈ വലുതൊക്കെ കൊണ്ടുപോകുന്നത് വലിയ തോട്ടങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ വീടുകളിലെ ആവശ്യത്തിന് വേണ്ടിയാണ് പലരും ഈ ചെറിയ സൂമിംഗ് ഉള്ള ടോർച്ച് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP വരുന്നത് 3498 ആണ്. അപ്പോൾ ഇത് മൂന്നും ആ ഒരു സെയിം മോഡലാണ് വന്നേക്കുന്നത്, സൂമിംഗ് ഉള്ളത്. ഇനി സൂമിംഗ് ഉള്ള വേറൊരു ടൈപ്പ് ഇതാണ്. ഇതും തീരെ ചെറിയ ഒരു മോഡലിലാണ്, നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് നമുക്ക് സാധാരണ ഒരു ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ LED വരുന്നത് 15 വാട്ടാണ്, ബാറ്ററി വരുന്നത് 1200 mAh, ലൂമൻ വരുന്നത് 650, കവറേജ് 300 മീറ്റർ ആണ് ഇതിൻ്റെ കവറേജ് വരുന്നത്. അപ്പോൾ നോർമൽ യൂസിനൊക്കെ സാധാരണ എല്ലാവർക്കും ഒന്ന് കൈ പിടിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ടോർച്ച് വളരെ നല്ലതാണ്.
അപ്പോൾ ഈ ടോർച്ചിനെല്ലാം ഞാൻ MRP പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ നിന്നും നല്ല ഡിസ്കൗണ്ട് ഇട്ടാണ് എല്ലാ പ്രോഡക്ട്സും വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാനും ഇതിൻ്റെ വില അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ലാൻഡ് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി ഈ ഒരു 3 മോഡൽ എന്ന് പറയുന്നത് സൂമിങ് ഇല്ലാത്ത ടോർച്ചാണ്. അപ്പോൾ ചിലർക്ക് സൂമിങ് വേണ്ട, ജസ്റ്റ് ടോർച്ച് മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് അതിൽ ഇച്ചിരി നീളം കൂടിയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത് LED 9 വാട്ടാണ്, ബാറ്ററി 3000 mAh, ലൂമൺ 650, കവറേജ് 450 മീറ്റർ. ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. MRP വരുന്നത് 3098. ഇത് രണ്ടും സൂമിങ് ഇല്ലാത്ത വലിപ്പമുള്ളൊരു മോഡല്. ഇത് സൂമിങ് ഇല്ലാത്ത വേറൊരു മോഡലാണ്. ഇതിൻ്റെ LED വരുന്നത് 9 വാട്ട്, ബാറ്ററി 2000 mAh, ലൂമൺ 650, കവറേജ് വരുന്നത് 450 മീറ്ററാണ്. അപ്പോൾ പലതിൻ്റെയും ലൂമൺ വ്യത്യാസമുണ്ട്, കവറേജ് വ്യത്യാസമുണ്ട്, അതായത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് കിട്ടും എന്നുള്ള കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു മോഡലാണ്. ഇതിൻ്റെ ലൂമൺ വരുന്നത് 910, കവറേജ് 300 മീറ്ററാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചതിൽ ഏറ്റവും കവറേജ് കുറഞ്ഞ ഏറ്റവും ബേസ് മോഡൽ ഫിലിപ്സിൻ്റെ ഇറങ്ങിയതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും താഴ്ന്ന മോഡലാണിത്, ഏറ്റവും വില കുറഞ്ഞ മോഡലാണിത്. ഇതിൻ്റെ കവറേജ് വരുന്നത് 300 മീറ്ററാണ് പറയുന്നത്, ബാറ്ററി 2200 mAh. ഇതിൻ്റെ MRP വരുന്നത് 2798. അപ്പോൾ ഈ 1 2 3 4 5 6 7 8 ഈ 8 മോഡൽ ടോർച്ചുകളാണ് നമുക്കിപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്, സൂമിങ് ഉള്ളതും സൂമിങ് ഇല്ലാത്തതുമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫിലിപ്സിൻ്റെ ഇതേപോലെ എമർജൻസി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതാണ് എമർജൻസി ലൈറ്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ കവർ പൊട്ടിക്കുന്നില്ല, എല്ലാം സീൽഡ് ആണല്ലോ. പക്ഷെ ഈ ഒരു പുറത്ത് കാണിക്കുന്ന ഡിസ്പ്ലേ ഇത് തന്നെയാണ്, അതേ പ്രോഡക്റ്റ് ആണ് ഇതിനകത്തും ഉള്ളത്. അതുകൊണ്ട് കവർ പൊട്ടിച്ച് കാണിക്കേണ്ടി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വ്യത്യാസമൊന്നുമില്ല, സെയിം ഈ പിക്ചർ പോലെ തന്നെയാണ് ഇതിലെ പ്രോഡക്റ്റും. അപ്പോൾ ഫിലിപ്സിൻ്റെ ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ പ്രത്യേകതകൾ പറയുവാണെങ്കിൽ LED 10 വാട്ടാണ് വരുന്നത്, ബാറ്ററി 4000 mAh, ലൂമൺ 1000, കവറേജ് അപ് ടു 100 മീറ്റർ. അപ്പം ഒരു 5 മുതൽ 20 മണിക്കൂർ വരെയാണ് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ബാക്കപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഒക്കെ തെളിച്ച് നോക്കുവാണെങ്കിൽ അത്രയൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ടോർച്ചിൻ്റെ കാര്യമാണേലും ഒത്തിരി പേര് വിളിച്ചേച്ച് ചോദിക്കുന്നുണ്ട്, ഇത് അണ്ടർ വാട്ടർ യൂസേജ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കമ്പനി ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ, അണ്ടർ വാട്ടർ യൂസേജ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് ഒന്നും കമ്പനി ഇതിനകത്ത് പറയുന്നില്ല. നമുക്ക് അവർ പറയാത്ത കാര്യം എനിക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് തെളിച്ച് വെച്ചാൽ 10 മണിക്കൂർ കിട്ടുമെന്നൊക്കെയാണ് ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും അതിനകത്ത് പറയുന്നില്ല, ഞാനും പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂസ് തെളിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1 അവറൊക്കെ ഈ ടോർച്ചൊക്കെ കിട്ടുമായിരിക്കും, അത് കൂടുതലൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിം ലൈറ്റിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് തെളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 20 മണിക്കൂറൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. MRP വരുന്നത് 4598. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് LED എമർജൻസി ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ടോർച്ചിൻ്റെ ഒരു ഇതുണ്ട്, അത് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബട്ടൺ നമ്മുടെ സ്വിച്ചിൻ്റെ അവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. അത് പച്ച ലൈറ്റിൽ നിൽക്കുവാണെങ്കിൽ ആവശ്യത്തിന് ചാർജ് ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. അത് റെഡ് ലൈറ്റ് കാണിക്കുവാണെങ്കിൽ ചാർജ് കുറയുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ നോക്കി നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ചുറ്റും ഒരു മൾട്ടി കളർ LED ഒരു തെളിയുന്ന ഒരു സംഭവമുണ്ട്. അത് വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ടോർച്ചിൻ്റെ എമർജൻസി ലൈറ്റിൻ്റെയൊക്കെ ഒരു സ്പെസിഫിക്കേഷൻ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ എല്ലാം ചാർജിങ് എല്ലാത്തിൻ്റെയും കേബിള് USB കേബിള് ഇതിൻ്റെ എല്ലാം കൂടെ ഉണ്ട്. ഇപ്പോൾ ചാർജർ നമ്മൾ അഡാപ്റ്റർ മൊബൈലിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യുക. കാരണം എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അഡാപ്റ്റർ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ട കാര്യമില്ല. ഇതിന് നമ്മുടെ കയ്യിലുള്ള അഡാപ്റ്റർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓൺലൈനിൽ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് അയച്ചു തരുന്നവർ നിങ്ങൾക്ക് അഡാപ്റ്റർ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതും കൂടെ നമ്മൾ അയച്ചു തരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെയും കൂടെ അഡാപ്റ്റർ അവൈലബിൾ അല്ല, ജസ്റ്റ് കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേഷൻ പറയാനുള്ളത്, ഫിലിപ്സിൻ്റെ ടോർച്ചും എമർജൻസി ലൈറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഷോപ്പിൽ തന്നെ വരിക, അല്ലാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഷോപ്പിൻ്റെ ലൊക്കേഷൻ പാലായിലാണ്, കോട്ടയം ജില്ലയാണ്. പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ് ഷോപ്പ്. അപ്പോൾ വേറെ കുറേ പ്രോഡക്ട്സുമായി അപ്ഡേറ്റ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.